മുണ്ടക്കയത്ത് 1.25 കോടി രൂപ വിനിയോഗിച്ച് നവീകരിച്ച പഞ്ചായത്ത് സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും പുതിയ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനത്തിനുമായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ആലോചനാ യോഗത്തിലാണ് സ്വാഗത സംഘത്തിന് രൂപം നൽകിയത്. അപ്പോൾ ഈ രണ്ടുപേരും സംയുക്തമായിട്ട് സെപ്പറേറ്റ് സംഘടിപ്പിക്കേണ്ട ഒറ്റ ഉദ്ഘാടനമായിട്ടാണ് നടത്താം. അപ്പൊ ഈ 4 ഉദ്ഘാടനത്തെ കുറിച്ചും ആലോചിക്കേണ്ടതുണ്ട്. എനിക്കൊന്ന് ട്രഷറി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുള്ളതുകൊണ്ടും ആദ്യത്തെ ഉദ്ഘാടനമായിട്ട് അതിന്റെ കാര്യം ചർച്ച ചെയ്ത് അത് തീരുമാനം എടുത്തതിന് ശേഷം രണ്ടാമത് കളിക്കളത്തിന്റെ എടുക്കാം, അതിനുശേഷം മറ്റ് 2 കാര്യങ്ങളുടെ എടുക്കാം. അപ്പൊ ഈ 4 പദ്ധതികളാണ് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. നമ്മുടെ ട്രഷറി 2,86,00,000 രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ട്രഷറിയുടെ ഔപചാരികമായ ഉദ്ഘാടനം 27-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാല് ഓൺലൈനായിട്ട് നിർവഹിക്കും. അതുപോലെ തന്നെ നമ്മുടെ പുത്തൻചന്തയിൽ പണി പൂർത്തീകരിച്ച പുത്തൻചന്ത പഞ്ചായത്ത് സ്റ്റേഡിയം 1.25 കോടി രൂപ, അതിൽ 75 ലക്ഷം രൂപ MLA ഫണ്ടും 50 ലക്ഷം രൂപ സംസ്ഥാന സ്പോർട്സ് വകുപ്പിന്റെ ഗവൺമെന്റ് ഫണ്ടുമാണ്, സ്പോർട്സ് വകുപ്പിന്റെ ഫണ്ടുമാണ്. 1.25 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പുത്തൻചന്ത സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം 28-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മന്ത്രി ശ്രീ V. അബ്ദുൾ റഹ്മാൻ നേരിട്ടെത്തി നിർവഹിക്കും. അതുപോലെ തന്നെ 2-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30-ക്ക് തിലകൻ സ്മാരക സാംസ്കാരിക നിലയം പൂർത്തീകരിച്ച 1-ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം. അതുപോലെ 3-ാം തീയതി മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ നമ്മൾ നിർമ്മിക്കുന്ന ബസ് ബേയുടെയും മുണ്ടക്കയം ബൈപ്പാസിൽ നിന്നും നിർമ്മിക്കുന്ന നടപ്പാലത്തിന്റെയും സംയുക്ത ഉദ്ഘാടനം. ഇങ്ങനെ 5 പദ്ധതികളുടേതായ 4 ഉദ്ഘാടനമാണ് നമുക്കിവിടെ കൂടി ആലോചിക്കേണ്ടത്. പുത്തൻചന്തയിലുള്ള മുണ്ടക്കയം പഞ്ചായത്ത് സ്റ്റേഡിയം MLA ഫണ്ടിൽ നിന്ന് 75 ലക്ഷം രൂപയും സംസ്ഥാന സ്പോർട്സ് വകുപ്പിൽ നിന്ന് 50 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിച്ചത്. പുനർനിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 28 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാന സ്പോർട്സ് വകുപ്പ് മന്ത്രി V. അബ്ദുൾ റഹ്മാൻ നിർവഹിക്കും. നിർമ്മാണം പൂർത്തിയാക്കിയ സബ് ട്രഷറി മന്ദിരം, തിലകൻ സ്മാരക മന്ദിരം, മുണ്ടക്കയം ബൈപ്പാസിൽ നിന്നും പുത്തൻചന്ത സ്റ്റേഡിയം ഭാഗത്തേക്ക് 1.75 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന നടപ്പാലം എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും യോഗം ചർച്ച ചെയ്തു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാര സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു.